അസ്സലാമു അലൈക്കും. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിൻ്റെ ഇടയിൽ ഏറ്റവും വലിയ മതസംഘടനയായ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ, മുമ്പും അതിന് നേതൃത്വം കൊടുത്തിരുന്ന വളരെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ ഇന്നും അതുപോലെ തന്നെ ജിഫ്രി മുത്തുക്കോയ തങ്ങളെ പോലെ കഴിവുള്ള പണ്ഡിതന്മാർ അതിൻ്റെ നേതൃത്വത്തിലുണ്ട്. ഇത്രയും കാലം സമസ്തയിലെ ഒരു വിഭാഗം ആളുകൾ, അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകൾ എന്ന് തന്നെ പറയാം, ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ അറിഞ്ഞോ അറിയാതെയോ അതിൽപ്പെട്ട് പ്രവർത്തിച്ചു പോരുന്നുണ്ട്, മുസ്ലിം ലീഗ് എന്ന രാഷ്ട്രീയ പാർട്ടിയിൽ. പക്ഷേ മുസ്ലിം ലീഗിൻ്റെ ഉള്ളിലിരിപ്പ്, മുസ്ലിം ലീഗിലെ 90% വരുന്ന സമസ്തയുടെ ആളുകൾ, അതായത് സുന്നികൾക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല എന്നുള്ളതാണ് ഒരു യാഥാർത്ഥ്യം. എന്തിനു വേണ്ടിയിട്ടാണോ മുസ്ലിം ലീഗ് ഉണ്ടായത്, ആ ഉണ്ടായത് മുതൽ, മുസ്ലിം ലീഗ് ഉണ്ടായത് മുതൽ ഇന്ന് വരെയും വഹാബി പ്രസ്ഥാനം വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് മുസ്ലിം ലീഗ് ശ്രമിച്ചിട്ടുള്ളത്. അത് മുസ്ലിം ലീഗിലെ സുന്നികൾക്ക് പറഞ്ഞാൽ അത് ഒരു പരിധി വരെ മനസ്സിലാകാതെ പോകുന്നതാണ് സങ്കടം. കഴിഞ്ഞ കാലങ്ങളിലെ പ്രവർത്തനം, നമ്മളുടെ വോട്ട് വാങ്ങി MP-യും MLA-യും മന്ത്രിയുമാകുന്ന നേതാക്കൾ, മുസ്ലിം ലീഗ് നേതാക്കൾ വഹാബിക്ക് വേണ്ടി കഠിനാധ്വാനങ്ങൾ ചെയ്യുകയാണ്. ET മുഹമ്മദ് ബഷീർ, KN ഖാദർ, അബ്ദുൾ റബ്ബ്, ഫിറോസ്, മുനീർ, ഷാജി, KPA മജീദ്, അബ്ദുൾ റബ്ബ്, സീരിയാജിൻ്റെ മകൻ ബഷീർ, എല്ലാവരും വഹാബി നേതാക്കൾ. ഈ പാവം സുന്നികൾ, ഈ മുസ്ലിം ലീഗ് അത് മുസ്ലിമിൻ്റെ പാർട്ടിയാണ്, സുന്നത്ത് ജമാഅത്തിൻ്റെ പാർട്ടിയാണ്, സുന്നികളുടെ പാർട്ടിയാണ് എന്ന് കരുതി പിന്നാലെ കൂടി പാവങ്ങൾ. കഴിഞ്ഞ കാലങ്ങളുടെ പ്രവർത്തനം, മുസ്ലിമിന് എതിരിൽ വരുന്ന എന്തൊരു വിഷയമായാലും അതിനെതിരിൽ ശബ്ദിക്കാനോ പ്രവർത്തിക്കാനോ മുസ്ലിം ലീഗിന് കഴിഞ്ഞിട്ടില്ല, കഴിയുകയുമില്ല. അല്ലേ? ഇപ്പൊ പാർലമെന്റിലെ മുത്തലാഖ് വിഷയം, ഉപരാഷ്ട്രപതി വിഷയം, അതുപോലെ കാശ്മീർ വിഷയം, CA NRC വിഷയം, എന്താ മുസ്ലിം ലീഗ് ചെയ്തത്? മുസ്ലിം ലീഗിന് വേണ്ടത് MP-യും MLA-യും മന്ത്രിയുമായി വഹാബിസം വളർത്തുക എന്നുള്ള ഒരു ലക്ഷ്യം മാത്രമാണ്. സുന്നികളെ തകർക്കുന്നതിന് വേണ്ടി അവർ ഒളിഞ്ഞും തെളിഞ്ഞും അന്നും ഇന്നും എന്നും പരിശ്രമിച്ചിട്ടേ ഉള്ളൂ. സുന്നികൾക്ക് അനുകൂലമായി ഒരു കാര്യം അവർക്ക് ചെയ്യാൻ കഴിയില്ല. പാവപ്പെട്ട സുന്നികളുടെ വോട്ട് വാങ്ങി നേതാക്കളാകുന്ന വഹാബികള് സുന്നികൾക്കെതിരിൽ പ്രവർത്തിക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. ഇത് മനസ്സിലാകാത്ത പാവം കുറെ വിവരദോഷികളായ ആളുകള്, സുന്നികള് മുസ്ലിം ലീഗിന്റെ പിന്നാലെ കൂടിയിട്ട് കാലം കുറേയായി. ഇപ്പോഴും നിങ്ങൾക്ക് നേരം വെളുത്തിട്ടില്ലേ? ഇപ്പതാ സുന്നികളുടെ പത്രമായ സുപ്രഭാതം വഹാബി ലീഗുകാർ കത്തിക്കുകയാണ്. എന്താ കാരണം? അതിൽ പിണറായി വിജയന്റെ ചിത്രമുണ്ട്, പരസ്യമുണ്ട് എന്നതുകൊണ്ട്. എന്നാലോ മുസ്ലിം ലീഗിന്റെ പത്രമായ ചന്ദ്രികയില് നരേന്ദ്രമോദിയുടെ ചിത്രം അടക്കം. എന്തേ ചന്ദ്രിക കത്തിക്കാത്തത്? അപ്പൊ മുസ്ലിം ലീഗിന്റെ ശത്രു എന്ന് പറഞ്ഞാൽ അത് സുന്നികളാണ്. മുസ്ലിം ലീഗിന്റെ ശത്രു സുന്നികളാണ്. സുന്നിയെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി വഹാബികള് പടുത്തുയർത്തിയൊരു പ്രസ്ഥാനം, അത് മാത്രമാണ് മുസ്ലിം ലീഗ് എന്ന് മനസ്സിലാകാത്ത കുറെ ജാഹിലുകളായ ആളുകൾ അതിന്റെ പിന്നാലെ കൂടി. വഫിയ വിഷയം അല്ലേ, ഖുദവി വിഷയം, എന്തെല്ലാം വിഷയങ്ങളും പ്രശ്നങ്ങളുണ്ടായി. മുസ്ലിം ലീഗ് എന്താ ചെയ്തത്? സുന്നികൾക്കെതിരെ പ്രവർത്തിക്കുകയാണ് ചെയ്യുന്നത്. സുന്നികളുടെ വഖഫ് സ്വത്തുക്കൾ 2000 കോടി കട്ട മായനാജി അല്ലേ, ഡസൻ കണക്കിന് സുന്നികളുടെ പള്ളികൾ അടിച്ചു മാറ്റിയ വഹാബി ലീഗുകാര് ഗവൺമെന്റ് ചെലവില്
നടത്തപ്പെടുന്ന 15ഓളം ഓറിയന്റൽ അറബിക് കോളേജുകൾ വഹാബിക്ക് സുന്നിയുടെ വോട്ട് വാങ്ങി MP-യും MLA-യും മന്ത്രിയുമായ നേതാക്കൾ വഹാബിസം വളർത്തുന്നതിന് വേണ്ടി 15ഓളം ഓറിയന്റൽ അറബിക് കോളേജുകൾ അതിൽ പഠിപ്പിക്കുന്നത് വഹാബിസം, സുന്നി മുശ്രിക്കാണ്, കാഫിറാണ് എന്നാണ് പഠിപ്പിക്കുന്നത്. എന്നിട്ടും തലതിരിഞ്ഞ കുറെ ജാഹിലുകളായ സുന്നികള് മുസ്ലിം ലീഗിന്റെ പിന്നാലെ കൂടിയിട്ടുണ്ട്. നിങ്ങൾക്കൂടി എന്താണ് പറയേണ്ടത് എന്ന് മനസ്സിലാകുന്നില്ല. ജീവിതം വഹാബിക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച സീതി ഹാജി CH, എന്താ CHന്റെ യാത്ര എന്നുള്ള പുസ്തകമുണ്ട്. എന്താ പറയുന്നത്? കാബിന്റെ മേലെ മഴ പെയ്തപ്പോ അതിന്റെ സ്വർണ്ണപ്പാത്തിയിലൂടെ ഒലിച്ചിറങ്ങിയ വെള്ളം പാവപ്പെട്ട ആളുകള് കയ്യിലെടുത്തു, അത് തലയിൽ പുരട്ടി കുടിച്ചു. CH എന്താ എഴുതിയത്? പ്രാവു തൂറിയ കാഷ്ടം കലങ്ങിയ വെള്ളം. ആലോചിച്ച് നോക്കിയേ. അതേപോലെ അള്ളാഹുവിന്റെ റസൂലിന്റെ റൗള ഷരീഫിനെ കുറിച്ച് CH എന്താ എഴുതിയത്? കടുത്ത വഹാബിയാണ് CH. സീതി ഹാജി, കഴിഞ്ഞു പോയ നേതാക്കൾ MN ഹാജി, ഹുദവി പ്രസംഗിക്കുകയാണ്. MN ഹാജിയുടെ താടിയെ കുറിച്ചു CHനെ കുറിച്ച് പുകഴ്ത്തുകയാണ് ഹുദവി. നേരം വെളുക്കാത്ത ജാഹിലുകളായ കുറെ വിഡ്ഢികള്. ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം, മുസ്ലിം ലീഗിലെ നിഷ്പക്ഷമായി നിൽക്കുന്ന സുന്നികള് ഇനിയെങ്കിലും മനസ്സിലാക്കണം, മുസ്ലിം ലീഗ് എന്നത് ഒരു വഹാബി കൂടാരം മാത്രമാണ്. സുന്നികൾക്ക് ഒരു നേട്ടം അതിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിക്കേണ്ടതില്ല, കിട്ടൂല. അവരുടെ ഉദ്ദേശം വഹാബിസം വളർത്തുകയാണ്. എന്ത് വില കൊടുത്തും വഹാബിസം വളർത്തുക. അതിന് ഏത് സംഘപരിവാർ BJP ഏത് വർഗീയവാദിയെയും വഹാബികൾ കൂട്ടുപിടിക്കും. ഇനിയെങ്കിലും നിങ്ങൾ സത്യം മനസ്സിലാക്കുക. ഇപ്പോ CAA NRC വിഷയം അല്ലേ? എന്താണ്? കേരളം ഭരിക്കുന്ന പിണറായി വിജയൻ പറയാണ് CAA NRC കേരളത്തിൽ നടപ്പാക്കില്ല. അപ്പോ മുസ്ലിം ലീഗ് നേതാവ് എന്താ പറയണത്? അതിന് വേണ്ട പേപ്പറുകൾ ഞങ്ങൾ ശരിയാക്കി കൊടുക്കും. കോൺഗ്രസിന്റെ നേതാവ്, പ്രതിപക്ഷ നേതാവ് സതീശൻ എന്താ പറയണത്? കേന്ദ്രം കൊണ്ടുവന്ന ഒരു നിയമം ഇവിടെ കൊണ്ടുവരാതിരിക്കാൻ പറ്റില്ല എന്ന്. ഇത്രക്ക് വിഡ്ഢികളായ ഒരു കൂട്ടം മനുഷ്യര്. കേന്ദ്രം കൊണ്ടുവന്ന നിയമങ്ങള് കേരളം പോലത്തെ സംസ്ഥാനം നടപ്പാക്കണമെന്ന് നിർബന്ധമുണ്ടോ? നിർബന്ധമുണ്ട്. ഏത് നിയമം? അത് ഭരണഘടനക്ക് അനുകൂലമാണെങ്കിൽ മാത്രം അത് സംസ്ഥാനങ്ങള് നടപ്പിലാക്കിയാൽ മതി. ഭരണഘടനക്ക് എതിരായ ഒരു നിയമം കേന്ദ്രം കൊണ്ടുവരുമ്പോൾ അത് നടപ്പിലാക്കേണ്ട കടമ സംസ്ഥാന സർക്കാരുകൾക്കില്ല എന്ന് പോലും മനസ്സിലാകാത്ത സതീശനെ പോലത്തെ വിഡ്ഢികള്, അതിനുവേണ്ടി പേപ്പർ ഉണ്ടാക്കാൻ നടക്കുന്ന KNA ഖാദർ, അത് നടപ്പിലാക്കാൻ ഇരിക്കാൻ പറ്റൂല എന്ന് വിളിച്ചു പറയുന്ന ഫിറോസിനെ പോലെയുള്ള വിഡ്ഢികള് അല്ലേ? ഇനി അങ്ങനെ CAA NRC വിഷയം കേരളം നടപ്പാക്കിയാൽ നമുക്ക് ചോദിക്കാം, പിണറായി വിജയനോട് ചോദിക്കാം, താങ്കൾ പറഞ്ഞില്ലേ ഈ ജനം സാക്ഷി, ഈ നാട് സാക്ഷി, ഒരിക്കലും ഇത് ഇവിടെ നടപ്പാക്കില്ല എന്ന് നിങ്ങൾ എന്ന് പ്രസംഗിച്ചില്ലെന്ന് ചോദിക്കാമല്ലോ. അപ്പോ എന്താ പറയാ, കുറെ മന്ദബുദ്ധികളായ ആളുകൾ മുസ്ലിം ലീഗിന്റെ പിന്നാലെ കൂടിയിട്ട് നടക്കുകയാണ്. വല്ലാത്ത കഷ്ടം. നിങ്ങളുടെ കാര്യം ആലോചിച്ചിട്ട് സഹതാപം തോന്നുകയാണ്.